അങ്ങനെ നമ്മൾ പുതിയൊരു കാർ വാങ്ങി. യെസ്, ആ കാറാണ് ഈ കാർ. അത് നമ്മുടെ ദൃശ്യം സിനിമയിലെ വരുണ്ട കാർ. സത്യമായിട്ട് ഇങ്ങോട്ട് നോക്കിയേ, കറക്റ്റ് ദൃശ്യ സിനിമയിലെ ആ കാർ പോലെ തന്നെ ഉണ്ടല്ലേ. നമ്മൾ ഈ കാർ എന്തിനു വാങ്ങിച്ചു? നമ്മളൊരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വണ്ടി കച്ചവടം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് വാങ്ങിയത് തന്നെ ഈ ഒരു മാരുതി സുസുക്കിന്റെ സെൻ ടൈപ്പ് 2 ആണ് കേട്ടോ. പക്ഷേ ഈ ഒരു വണ്ടി ഇങ്ങനെയല്ല നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കംപ്ലീറ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് ലെവലാക്കിയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. കംപ്ലീറ്റ് വർക്ക് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ വണ്ടി കംപ്ലീറ്റ് ആദ്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് ഈ വേസ്റ്റ് ഉണ്ടല്ലോട്ടെ. അപ്പോൾ ഈ ഒരു വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഇതിൻ്റെ ഒരു റീല് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു വണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതല്ല, ഇത് ഞാൻ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഞാൻ കൊടുക്കില്ല. ഇതിന് കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തും. അതായത് വീല് ചേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യും. അതായത് ഫുൾ കസ്റ്റം ചെയ്ത ഹെഡ്ലൈറ്റ് കേട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ബമ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് താഴേക്ക് ഇറക്കാനുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കാറ്. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ മാറും. ഇതൊക്കെ നമ്മൾ കസ്റ്റം ചെയ്ത രീതിയിലുള്ള ടൈലാമ്പേ നമ്മൾ ഇനി യൂസ് ചെയ്യുള്ളൂ. ഇതൊക്കെ ഫുൾ മാറ്റിയിട്ടേ നമ്മൾ ഈ ഒരു വണ്ടി കൊടുക്കുകയുള്ളൂ കേട്ടോ. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇനി ഒന്നും നോക്കാനില്ല, കാരണം പെയിൻറ്റിങ് കംപ്ലീറ്റ് തീർന്നതാണ്. ഈ ഒരു കളറിൽ തന്നെ വണ്ടി നിലനിർത്താമെന്നാണ് വിചാരിക്കുന്നത്, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളർ ഇതാണ്. ചാവി ഉള്ളിലാണ്. യെസ്, ഇതൊക്കെയാണ് ഉൾഭാഗം എന്ന് പറയുന്നത്. ജസ്റ്റ് കണ്ടില്ലേ, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷേ എല്ലാം നമ്മൾ സീറ്റെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടോ. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യും. പിന്നെ സ്റ്റെയറിങ് നമ്മൾ മാറ്റിയിട്ട് മോമോ സ്റ്റെയറിങ് ആക്കും. അങ്ങനെ കുറേ വർക്ക് ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് വർക്ക് എടുത്തിട്ടായിരിക്കും. ഇങ്ങനെ ആവില്ല വണ്ടി, വേറെ ലെവലാക്കിയിട്ടേ കൊടുക്കുള്ളൂ. ജസ്റ്റ് ഞാൻ പറഞ്ഞു, ഇതൊരു മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു പെയിൻറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു സംഭവം ഇതിൽ ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ടും ഈ ഒരു വണ്ടി എടുത്തപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരുടെയും നോട്ടം ഈ ഒരു വണ്ടിയിലേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇത് കണ്ടോ, 1.5 വർഷമായിട്ടും ഡ്രൈവിങ് പഠിക്കാത്ത അമ്മൂസ് ഇപ്പോഴും ഉരുട്ടിക്കൊണ്ട് കിടക്കുക. കേട്ടോ, നീ എന്നാ മൂസ് അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക. ഓ, ഞാൻ റെഡി, നീയല്ല റെഡി അല്ലാത്ത. എന്നാ വാ എടുക്ക്. ചൂട് കാരണം ടാൻ അടിക്കുന്നത് കാരണം ഐസ് വാട്ടറിൽ ഫേസ് ഡിപ്പ് ചെയ്യുക. അതില്ല മാറ്, തണുത്ത വെള്ളം ഒഴിക്കുക. ഞാൻ ആദ്യം ഐസ് ഇങ്ങനെ ഇട്ടുക. പക്ഷെ ഇതിനൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് വാങ്ങിക്കണം. ഓക്കെ, നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് വെക്കാം താഴെ, വാങ്ങിച്ചോ. അങ്ങനെ അത് നമ്മുടെ തനൂട്ടി എത്തിയിട്ടോ. സമയം 3:30 ആയിട്ടോ. അപ്പോൾ 3:30 ആകുമ്പോഴേക്കും തനൂട്ടി വരും കേട്ടോ. തനു എന്താ പരാതി? കുട്ടി വണ്ടി തന്നെ കളിയാക്കി. തനുവിന്റെ വാട്ടർ ഗണ്ണച്ച ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ രാത്രി നമ്മൾ ഇന്ന് കുറേ നമ്മളൊരു സിനിമ കണ്ടിട്ട്, അപ്പോൾ നമ്മളൊരു സിനിമ കാണാൻ വിചാരിച്ചു. നമ്മുടെ വീട്ടില് അമ്മൂസേ നമ്മൾ ഒരു മിനി തിയേറ്റർ സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സാധനമാണിത്, ഈ ഇരിക്കുന്ന പ്രൊജക്ടർ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൻ്റെ അതേ എഫക്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പിടിച്ച് വലിച്ചാൽ നമ്മുടെ സ്ക്രീൻ താഴേക്ക് വരും, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ തിയേറ്റർ സെറ്റപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ ഒരു ക്വാളിറ്റി. നമ്മൾ ബാക്കോട്ട് പോകുന്നതോറും ഈ ഒരു സ്ക്രീൻ വലുതാവുക ചെയ്യാം കേട്ടോ. ഇതിൽ നമുക്ക് റിമോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ റിമോട്ട് വെച്ചിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാം. കണ്ടല്ലേ എത്ര മാത്രം ക്വാളിറ്റി ഉണ്ടെന്നുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. അപ്പോൾ ഈ ഒരു പ്രൊജക്ടർ നിങ്ങൾക്കും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും അതുവഴി പർച്ചേസ് ചെയ്യാം.